പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇതേ ഗ്ലാസ്സിലാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം അളന്നെടുക്കണം. 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ്. ഞാൻ ഇവിടെ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി 2.5 ഗ്ലാസ് വെള്ളം. ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അരിപ്പൊടി അളക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളവും അളക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വരണം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്തതിന് ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണം. ഇനി നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലോണം മിക്സാക്കണം. എല്ലായിടത്തും അരിപ്പൊടിയുടെ എല്ലായിടത്തും വെള്ളം എത്തണം. ഇനി ഇത് 10 മിനിറ്റ് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം. ചെറിയ ചൂടോടെ തന്നെ കുഴച്ചെടുക്കാം, അല്ലെങ്കിൽ കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇതേപോലെ കുഴച്ചെടുത്താൽ മതി. 2 കൈ വെച്ചും കുഴച്ചെടുക്കാം. ഇനിയും ഇത് സോഫ്റ്റ് ആക്കാനുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് ഇതേപോലെ തന്നെ കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്നതനുസരിച്ചാണ് പത്തിരി നല്ല സോഫ്റ്റ് ആകും. നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിങ്ങനെ തൊടുമ്പോൾ താഴ്ന്നു പോകണം, അത്രയ്ക്കും സോഫ്റ്റ് ആക്കണം. ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളകളാക്കാം. അതിനുശേഷം ഒരു അടപ്പുള്ള പാത്രത്തിലിട്ട് കൊടുക്കണം. ഒരു കാസ്ട്രോളിലായാലും മതി. അത് മുകളിൽ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതേപോലെ എല്ലാ ബോൾസും ആക്കിയെടുക്കാം. ഞാൻ ഇവിടെ എല്ലാ ബോൾസും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്നതനുസരിച്ച് ഒരു ബോൾസ് എടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെക്കണം. ഇനി കുറച്ച് പൊടി തടവിയതിന് ശേഷം നന്നായി ഒന്ന് നൈസായിട്ട് പരത്തിയെടുക്കുക. ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പിലേക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു റൗണ്ട് ഷേപ്പിലുള്ള പാത്രം വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ നല്ല ഷേപ്പായിട്ട് പരത്തിയെടുക്കാൻ എളുപ്പമാണെങ്കിൽ ഇതേപോലെ തന്നെ ചുട്ടെടുത്താൽ മതി. വെള്ളത്തിൻ്റെ അളവും നല്ല സോഫ്റ്റായിട്ട് കുഴച്ചത് കൊണ്ടാണ് ഇതേപോലെ വിണ്ട് കീറാതെ കിട്ടുന്നത്. നല്ല വിണ്ട് കീറാതെ കിട്ടുന്നുണ്ട്. സൈഡൊന്നും വിണ്ട് കീറാതെ കിട്ടുന്നുണ്ട്. നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. ഇനി ഇത് റൗണ്ട് ഷേപ്പുള്ള പാത്രം കൊണ്ട് ഇതേപോലെ കട്ട് ചെയ്താൽ മതി. റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാൻ പറ്റുന്നവർ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്താൽ മതി. ഇനി ഒരുപാട് ഇതിൻ്റെ മുകളിലായിട്ട് പൊടി തൂവണ്ട. ഇനി ബാക്കിയുള്ള മാവ് ഒന്നും കൂടി ഇതേപോലെ ഉരുളകളാക്കി പരത്തിയെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരുപാട് പൊടി തൂവേണ്ട. കുറച്ച് ഒന്ന് പൊടി ഒന്ന് തടവി കൊടുത്താൽ മതി. ഒരുപാട് പൊടി ഇട്ടാൽ പച്ചച്ചോവ് വരും. ചുട്ടെടുക്കുമ്പോൾ ഒരുപാട് കത്തിപ്പോകും. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ എല്ലാം പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ ഇത് ഷേപ്പാക്കാതെയാണ് പരത്തിയെടുക്കുന്നത്. നല്ല നൈസായിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാൻ പറ്റുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും.
ഇതേപോലെ പരത്തിയെടുത്താലും മതി. ഞാൻ ഇവിടെ എല്ലാം പരത്തിയെടുത്തിട്ട് മേലെ മേലെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉടനെ തന്നെ ചുടാത്തവർ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി ഇതേപോലെ ഒരു അടപ്പുള്ള പാത്രത്തിലേക്ക് വെച്ചു കൊടുത്താൽ മതി. ഒട്ടിപ്പിടിക്കുകയില്ല. ഞാൻ ഇവിടെ രാത്രിയാണ് ചുട്ടെടുക്കുന്നത്, അതുകൊണ്ട് ഇതേപോലെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം എടുത്താൽ മതി. രാവിലെ ചുടുന്നെങ്കിൽ രാത്രി പരത്തി വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. പരത്തിയെടുക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇങ്ങനെ അടച്ചാൽ വെച്ചാൽ മതി. ഞാൻ ഇവിടെ ചുട്ടെടുക്കുന്ന ഒരു പാൻ വെച്ച് അത് ചൂടാതിന് ശേഷം ഇതിലേക്ക് ഒരു പത്തിരി ഇട്ട് കൊടുക്കുക. അതായത് 2 പത്തിരി വീതം ഇട്ട് കൊടുക്കുക ഈ പാനിൽ. നിങ്ങൾക്ക് കുറേ പത്തിരി ചുട്ടെടുക്കാൻ പറ്റുന്ന പാനാണെങ്കിൽ കുറേ പത്തിരി ചുട്ടെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പുക വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായൊന്ന് പുക വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായി ഒന്ന് ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ, ഒരു പൊക്കള വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 പ്രാവശ്യം തിരിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ തനിയെ തന്നെ പൊങ്ങി വരും. പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രസ് ചെയ്ത് കൊടുക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ ഒരു സൈഡ് പ്രസ് ചെയ്താൽ ഒരു സൈഡ് പൊങ്ങി വരും. ഇതേപോലെ പൊങ്ങി വരും. ഇതേപോലെ എല്ലാ പത്തിരിയും ചുട്ടെടുക്കാം. പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ കാസ്ട്രോളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആവി ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. അടച്ചു വെക്കുമ്പോൾ ആവി ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ പത്തിരി ഒരു കുതിർന്ന പോലെ ആകും. അങ്ങനെ നമ്മുടെ പത്തിരി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ സോഫ്റ്റായ പത്തിരി ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്.